ഒരു അടിപൊളി 7 ഡേ സ്റ്റഡി ചലഞ്ച് ആയിട്ടാണ് മിസ് ഇപ്പം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നൊക്കെ ലീവ് അല്ലേ? നല്ല മഴ ആയതിനാൽ സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാ മക്കളും സേഫായിട്ട് ഇരിക്കുന്നു എന്നാണ് മിസ് വിചാരിക്കുന്നത്. സേഫായിട്ട് ഇരിക്കുക. അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കുകയും കൂടെ വേണം. അപ്പം നമുക്ക് ഇനി തിങ്കളാഴ്ച മുതൽ ഈ ആഴ്ച ഞായറാഴ്ച വരെയുള്ള ഒരു പ്ലാൻ, ഒരു ചലഞ്ച് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ എൻ്റെ മക്കൾ ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചോളൂ. അപ്പോൾ ഒന്നുമില്ല, സിമ്പിൾ ചലഞ്ചാണ്. നമ്മൾ മൺഡേ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബേസിക് സയൻസിൽ സ്നേഹ മിസ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്റർ നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യണം. ഏത് ചാപ്റ്ററാണ്? ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടിയ ക്ലാസ്സും സ്കൂളിൽ കുറച്ചൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാത്തവരും ഉണ്ടാവും, കഴിഞ്ഞവരും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതും നമ്മളെ ക്ലാസ്സൊക്കെ വെച്ചൊന്ന് കമ്പയർ ഒക്കെ ചെയ്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നല്ല പോലെ അടിപൊളിയായിട്ട് റിവിഷൻ നടത്തുക ഫസ്റ്റ് ചാപ്റ്റർ. അതാണ് തിങ്കളാഴ്ചത്തെ പ്ലാൻ. ഇനി രണ്ടാമത്തെ ദിവസം നമ്മളുടെ ട്യൂസ്ഡേ ഒന്നുമില്ല, നമ്മളുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്റർ റിവിഷൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി സൂപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ പാർട്ട് 1, പാർട്ട് 2 വൺ ഷോട്ടൊക്കെ പോയി കഴിഞ്ഞതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്നും കൂടെ റിവിഷൻ ചെയ്യുക. നമ്മളൊന്നും കൂടെ മറിച്ച് നോക്കുമ്പോൾ നമുക്കത് ഒന്നും കൂടെ മനസ്സിലാവും. പിന്നെ അതുപോലെ എവിടെയാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഉള്ളത് അതൊന്നും കൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ വെനസ്ഡേയിലേക്ക് കടക്കാം. വെനസ്ഡേ ഹിന്ദി. നമ്മൾ ഈ വർഷം പുതുതായിട്ട് പഠിക്കുകയാണ് ഹിന്ദി. അപ്പോൾ ഹിന്ദി നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്, നല്ല പോലെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ നിങ്ങൾ പുതിയ പുതിയ വേർഡുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അക്ഷരമാലകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററും റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ 3 ദിവസം കഴിഞ്ഞ് ഇനി നമ്മളുടെ 4ാമത്തെ ദിവസം തേഴ്സ്ഡേയിലേക്ക് കടക്കാം. തേഴ്സ്ഡേ സോഷ്യൽ സയൻസ്, സാമൂഹ്യ ശാസ്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് 1ാമത്തെ ചാപ്റ്റർ ഒന്നും കൂടെ റിവിഷൻ ചെയ്യുക. നിങ്ങളെ സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ചെറുതായിട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ സമയം നിങ്ങളിത് റിവിഷൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അങ്ങനെ സോഷ്യൽ സയൻസും സെറ്റാക്കുമല്ലോ. അത് കഴിഞ്ഞ് നമ്മളുടെ ഫ്രൈഡേയിലേക്ക് കടക്കാം. ഫ്രൈഡേ നമ്മളുടെ മാതൃഭാഷയായ മലയാളത്തിലെ 1ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നല്ല പോലെ പഠിക്കുക. ഓക്കെ, നന്നായിട്ട് മലയാളമൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. അക്ഷരങ്ങൾക്കിടയിലൂടെ വായിക്കണം. നമ്മൾ അക്ഷരത്തെറ്റൊന്നും വരുത്താതെ നല്ല പോലെ വായിക്കുക. ഏതെങ്കിലും അക്ഷരങ്ങൾ തെറ്റ് വരുന്നതാണ് അത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നല്ല പോലെ നമ്മളുടെ മലയാളത്തിലെ 1ാമത്തെ ചാപ്റ്റർ റിവിഷൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ശനിയാഴ്ച, നമ്മളുടെ 6ാമത്തെ ദിവസം മാത്സ്. ശനിയാഴ്ച നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും. അപ്പം മാത്സ് എന്ത് ചെയ്യുക, നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും കൂടി അങ്ങോട്ട് റിവിഷൻ ചെയ്യുക. കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റാക്കുക. ഇനി സൺഡേ എന്താണ്? സൺഡേ ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പാടുണ്ടോ? വേണ്ട. സൺഡേ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് എൻജോയ് ഒക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ ഈ നമ്മൾ 6 ദിവസവും റിവിഷൻ ചെയ്ത കാര്യങ്ങളില്ലേ, അതൊക്കെ ഒരു 15 മിനിറ്റ് ഓരോന്നിനും ഓരോ 15 മിനിറ്റ് വെച്ചിട്ട് അതെപ്പോൾ വേണമെങ്കിലും നിങ്ങളിപ്പോൾ രാവിലെ ഒരു 15 മിനിറ്റ് ബേസിക് സയൻസ് നോക്കുകയാണെങ്കിൽ ഒരു 11 മണിയാകുമ്പം രാവിലെ ഇപ്പോൾ ഒരു 7:30-8 മണിക്കൊക്കെ ഒരു 15 മിനിറ്റ് ബേസിക് സയൻസ് അന്ന് പഠിച്ച കാര്യം റിവൈസ് ചെയ്തത് ഒന്നും കൂടി ഒരു 15 മിനിറ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണി 12 മണിയാകുമ്പം ഇംഗ്ലീഷ് ഒന്ന് 15 മിനിറ്റ് റിവിഷൻ ചെയ്യുക ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഹിന്ദി ചെയ്യുക, പിന്നെ സോഷ്യൽ സയൻസ്, പിന്നെ മലയാളം, പിന്നെ മാത്സ്. ഇതൊക്കെ ഒരു 15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിനിടയ്ക്ക് നിങ്ങൾക്ക് റിലാക്സ് ഒക്കെ ചെയ്യാനുള്ള ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സബ്ജക്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പം നല്ല സിമ്പിൾ ആൻഡ് അടിപൊളി ചലഞ്ച് അല്ലേ? അപ്പം എൻ്റെ മക്കൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡി ആണല്ലോ? നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമല്ലോ? അപ്പം നമുക്ക് ഈ 7 ഡേ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു, അത് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് സൺഡേ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളിതൊന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.